ഹായ്, എല്ലാവർക്കും നമസ്കാരം. iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആപേക്ഷികതാ സിദ്ധാന്തം, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യം 100% ഉറപ്പാണ് ഈ ഭാഗത്തു നിന്ന്. ഒന്നിലധികമോ ചോദിക്കാൻ കേട്ടോ. ഞാൻ മിനിമമാണ് പറയുന്നത്, ഒരു ചോദ്യമെങ്കിലും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ആപേക്ഷികതാ സിദ്ധാന്തം പറയണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് പറയണം? ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പറയണം. ഓക്കെ, എന്താണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പറയണം? നോക്കൂ, ന്യൂട്ടന്റെ അടിസ്ഥാന ചലന നിയമങ്ങളെ ആസ്പദമാക്കിയുള്ള ശാസ്ത്രശാഖയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ തേർഡ് ലോ നമ്മൾ പുറകെ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ഓക്കെ, ദെൻ ഇവ തത്സമയ വേഗതയിലുള്ള വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ്. മൂവ്മെന്റിലാവുമ്പോഴാണ് നമ്മൾ ആ ലോ ആപ്ലിക്കബിൾ ആകുന്നത്. മാത്രമല്ല, ഉയർന്ന വേഗതയിലും സൂക്ഷ്മ കണികകളിലും ബാധകമല്ല. യെസ്, അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ ലിമിറ്റേഷനിൽ നിന്നാണ് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം തുടങ്ങുന്നത്. ഓക്കെ, എന്തുകൊണ്ടാ? നമുക്ക് ഈ പറയുന്ന ന്യൂട്ടന്റെ ലോ എല്ലാം ഈ ബേസിക് ആയിട്ട് ചെറിയ സ്പീഡിലുള്ള മൂവ്മെന്റുകളും മറ്റേ നമുക്ക് പറ്റുള്ളൂ. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒബ്ജക്റ്റുകളിലൊന്നും നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ അപ്ലൈ ചെയ്താൽ തന്നെ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് മാറും. പിടികിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് ലിമിറ്റേഷൻ ഉണ്ട്. വളരെ വേഗത കൂടിയ എന്ന് പറയുമ്പോൾ ലൈറ്റിനോടടുത്ത വെലോസിറ്റിയോട് എത്തുമ്പോൾ, അതാണ് അർത്ഥം. ഈ വേഗത പല രീതിയിലുണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യാം, 20 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യാം, 1000 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യാം, 2000 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യാം, അല്ലേ? ഇതൊക്കെ നോർമൽ സ്പീഡാണ്. ഇതല്ലാതെ ലൈറ്റിനോടടുത്ത വെലോസിറ്റി, ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതിനോടടുത്ത വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് വേഗത അല്ലെങ്കിൽ പ്രവേഗം കൈവരിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇതിൽ പറയുന്ന പ്രധാന കാര്യം. ഓക്കെ, അതാണ് ഈ ഉയർന്ന വേഗത എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരേണ്ടത് പ്രകാശ വേഗതയോടടുത്ത് അല്ലെങ്കിൽ പ്രകാശ പ്രവേഗത്തിനോടടുത്ത വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ആള് എന്ന ചിന്ത വേണം കേട്ടോ. യെസ്, അപ്പോൾ വളരെ സൂക്ഷ്മ കണികകളിലും ഉയർന്ന വേഗതയിലുമുള്ള ഒബ്ജക്റ്റുകളിലൊന്നും നമുക്ക് എന്ത് പറ്റില്ല? ഈ പറയുന്ന ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പറ്റില്ല. എന്നാൽ സാധാരണ വേഗതയിലും വലിപ്പങ്ങളിലും വസ്തുക്കളുടെ ചലനം കൃത്യമായി നിർവഹിക്കാൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പര്യാപ്തമാണ്. ഓക്കെ, നമ്മൾ ഈ ആറ്റം മോഡൽ പഠിക്കുമ്പോൾ റുദർഫോർഡ് ആറ്റം മോഡൽ, ബോർ ആറ്റം മോഡൽ അങ്ങനെ പഠിച്ചു പോവാണ്. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞ് വേണം നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മാറാൻ. ഇവിടെയും അതുപോലെ തന്നെയാണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വലിയ ഒബ്ജക്റ്റുകൾ, മാക്രോസ്കോപ്പിക്, വലിയ ആളുകളിലും സാധാരണ വെലോസിറ്റിയിലും സഞ്ചരിക്കുന്ന ഒബ്ജക്റ്റുകളിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വളരെ സൂക്ഷ്മ കണികകളിലും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലെയുള്ള പാർട്ടിക്കിളുകൾ, അതാണ് ഈ സൂക്ഷ്മ കണികൾ എന്ന് പറയുന്നത്. സൂക്ഷ്മ കണികളിലും വളരെ ഉയർന്ന വെലോസിറ്റിയിൽ, പ്രകാശ പ്രവേഗത്തിനോട് അടുത്ത വെലോസിറ്റിയിൽ പ്രവേഗത്തിനോട് സഞ്ചരിക്കുന്ന ഒബ്ജക്റ്റുകളിൽ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് വാലിഡ് ആവില്ല. അവിടെയാണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ തുടക്കം വരുന്നത്. ഓക്കെ, ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ അടിസ്ഥാന കാരണങ്ങൾ. അടിസ്ഥാനപരമായിട്ട് ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ 2-3 കാര്യങ്ങൾ നമുക്ക് പറയണം. ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സ്പേസും സമയവും എങ്ങനെയായിരിക്കും? പരിപൂർണമായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദേ ആർ അബ്സല്യൂട്ട്, അല്ലേ? നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ചലനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ സമയവും അതിൻ്റെ സ്ഥാനവും അഥവാ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സമയവും സ്പേസും വളരെ ഇമ്പോർട്ടൻ്റ്. അതെപ്പോഴും എങ്ങനെയായിരിക്കും? പരിപൂർണമായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കേട്ടോ. ഇനി എന്താണ്? അതിവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വസ്തുവിൻ്റെ സ്ഥാനം, ചലനം കാര്യമായി മാറിയാൽ പോലും ആ വസ്തുവിൻ്റെ അന്തരം എന്നിവ പരിപൂർണമായിരിക്കും. ഓക്കെ, ഒരുപാടൊന്നും ഇങ്ങനെ ചിന്തിച്ച് പോകണ്ട. നമുക്ക് ആ MCQ കിട്ടിയാൽ മതി. അതിന് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ സ്പേസും സമയവും പരിപൂർണമാണ്, അഥവാ അബ്സല്യൂട്ട് ആണ്. അബ്സല്യൂട്ട് എന്നുള്ളത് മലയാളത്തിൽ എഴുതി വെച്ചേക്കണേ. പരീക്ഷയ്ക്ക് പരിപൂർണമെന്നൊന്നും ചോദിക്കണം നിർബന്ധമില്ല. അബ്സല്യൂട്ട് എന്ന് മലയാളത്തിൽ എഴുതി ചോദിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കണം. ദെൻ കം ടു സെക്കൻഡ് പോയിന്റ്. സ്പേസും സമയവും പരസ്പരം വേറിട്ട് നിൽക്കുന്നു. അവരെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ ഇംഗ്ലീഷ് ഇരിക്കുന്നത്. ഞാൻ കഴിവതും ഇംഗ്ലീഷുകളിൻ്റെ അന്ന് ഒഴിവാക്കുകയാണ്. പൂർണ്ണമായും മലയാളത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചില ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിൽ എഴുതിത്തരും. ഇപ്പോൾ ഇവിടെ കണ്ടോ, വേറിട്ട് നിൽക്കുന്നു മലയാളമാണ്, പക്ഷേ അതിൻ്റെ ഇൻഡിപെൻഡൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. കണ്ടോ? അപ്പോൾ മലയാളത്തിൽ ഇൻഡിപെൻഡൻ്റ് എന്ന് എഴുതി വന്നു കഴിഞ്ഞാൽ
നമുക്ക് അറിയണ്ടേ? അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ അതുകൂടി ചേർത്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. യെസ്, കം ടു ദ പോയിന്റ്. സ്പേസും സമയവും എങ്ങനെയായിരിക്കും? ദേ ആർ ഇൻഡിപെൻഡന്റ്. അപ്പോൾ ഓർക്കുക, സ്പേസും ടൈമും അബ്സല്യൂട്ട് ആണ്, സ്പേസും ടൈമും ഇൻഡിപെൻഡന്റ് ആണ്. എവിടെ? ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്റെ അകത്ത്. കേട്ടോ? ഓക്കെ, യെസ്. നമ്മൾ അടുത്തൊരു സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിൻ്റെ അകത്തേക്ക് വരികയാണ്. ഗലീലിയൻ പരിവർത്തനം. എന്താണ് ഗലീലിയൻ പരിവർത്തനം? ക്ലാസിക്കൽ മെക്കാനിക്സിൽ കുറഞ്ഞ വേഗതയുള്ള വസ്തുക്കളുടെ ചലനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സിദ്ധാന്തമാണ് ഗലീലിയൻ പരിവർത്തനം. അപ്പോൾ ഗലീലിയോ ശാസ്ത്രജ്ഞനാണല്ലേ. അപ്പോൾ ഗലീലിയോ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒബ്ജക്റ്റുകളുടെ, വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സിദ്ധാന്തമാണ് എന്ത്? ഗലീലിയൻ പരിവർത്തനം അഥവാ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഗലീലിയൻ പരിവർത്തനം അഥവാ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ? എന്താണ്? ക്ലാസിക്കൽ മെക്കാനിക്സിൽ കുറഞ്ഞ വേഗതയിലുള്ള വസ്തുക്കളുടെ ചലനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സിദ്ധാന്തമാണ് ഗലീലിയൻ പരിവർത്തനം എന്ന് പറയുന്നത്. കേട്ടോ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഗലീലിയൻ പരിവർത്തനത്തിൽ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ? ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. ഇവിടെ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റംസ് ഇവിടെ ഉണ്ട്. ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം എക്സ്, വൈ, ഇസഡ്. ഇത് മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റം എക്സ് ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ്. ഈ കോർഡിനേറ്റ് സിസ്റ്റം റെസ്റ്റിലാണ്, അനങ്ങാതിരിക്കുകയാണ്, നിശ്ചലമാണ്. ഇത് സഞ്ചരിക്കുന്നുണ്ട്. വി എന്ന പ്രവേഗത്തിലാണ് ഈ രണ്ടാമത്തെ ഫ്രെയിം ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കോർഡിനേറ്റുകളെയും ഇവിടെയുള്ള കോർഡിനേറ്റുകളെയും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഒരു 4 കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഓക്കെ, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇസഡ്, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി. ഇതാണ് ഈ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 4 കാര്യങ്ങൾ. ഓക്കെ, എന്താണ്? ഇതാണ് ട്രാൻസ്ഫോർമേഷൻ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താണ്? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇസഡ്, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കോർഡിനേറ്റ് സിസ്റ്റം സഞ്ചരിക്കുന്നുണ്ട്, ഇവ റെസ്റ്റിലാണ്. പക്ഷെ അങ്ങനെ സഞ്ചരിക്കുകയും റെസ്റ്റിലിരിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ സമയത്തിന് വ്യത്യാസം ഉണ്ടാവില്ല, ഇസഡ് ഡാഷിന് വ്യത്യാസം ഉണ്ടാവില്ല, വൈ ഡാഷിന് വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ വ്യത്യാസം ആർക്കും ഉണ്ടാവും? എക്സിനും എക്സ് ഡാഷിനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്താണ്? എക്സിനും എക്സ് ഡാഷിനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. കണ്ടോ? അപ്പൊ എക്സിനെയും എക്സ് ഡാഷിനെയും കണക്ട് ചെയ്യുന്നതാണ് എന്ത്? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് പറയുന്നത്. എന്താണ്? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ എക്സ് കോർഡിനേറ്റിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് എന്ന് മനസ്സിലാക്കുക. കേട്ടോ? ഓക്കെ, ഇവിടെയും നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പറഞ്ഞു സ്പേസും സമയവും പരിപൂർണമാണെന്ന്. പക്ഷേ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? സ്പേസ് പരിപൂർണമല്ല, സ്പേസ് ഈസ് നോട്ട് അബ്സല്യൂട്ട്. പിന്നെന്താണ്? സമയം പരിപൂർണമാണ്. എന്താണ്? സമയം പരിപൂർണമാണ്. അപ്പൊ സ്പേസ് പരിപൂർണമല്ല, സമയം പരിപൂർണമാണ്. ഇനി എന്താണ്? സ്പേസും സമയവും പരസ്പരം വേറിട്ട് നിൽക്കുന്നു. ദേ ആർ ഇൻഡിപെൻഡന്റ്. എന്താണ്? ദേ ആർ ഇൻഡിപെൻഡന്റ്. കേട്ടോ? അപ്പൊ ഒന്ന് പഠിക്കണേ. ഇവിടെ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. നോട്ട്: ഗലീലിയൻ പരിവർത്തനം ഒരിക്കലും ത്വരണത്തെ ബാധിക്കുന്നില്ല. രണ്ട് വ്യവസ്ഥകളിലും വസ്തുവിൻ്റെ ത്വരണം ഒരേപോലെയാണ്. അതായത് നമ്മൾ 2 കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് പറഞ്ഞത്. ഒന്ന് എക്സ്, വൈ, ഇസഡ് എന്ന് പറഞ്ഞ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ. എക്സ് ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ് എന്ന് പറയുന്ന മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റവും നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ അകത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആക്സലറേഷൻ അഥവാ ത്വരണമാണ് എ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ത്വരണമാണ് എ ഡാഷ് എന്ന് പറയുന്നത്. എന്നാൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ പറയുന്ന ത്വരണത്തിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. ആദ്യം ഉണ്ടായിരുന്നിടത്ത് അതേ ത്വരണം തന്നെയായിരിക്കും രണ്ടാമത് ഫ്രെയിമിലും അല്ലെങ്കിൽ രണ്ടാമത് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് എയും എ ഡാഷും തുല്യമാണ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും ത്വരണത്തെ ബാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. കേട്ടോ? 2 കോർഡിനേറ്റ് സിസ്റ്റത്തിലും ത്വരണം ഒന്നായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി ഗലീലിയൻ പരിവർത്തനത്തിൽ സ്ഥിതി ചെയ്യുന്ന 2 ബിന്ദുക്കൾക്കിടയിലുള്ള അകലം മാറുന്നില്ല. 2 ബിന്ദുക്കൾക്കിടയിലുള്ള അകലവും മാറുന്നില്ല. പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇത് ആദ്യത്തെ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇവിടെ 2 പോയിന്റുകൾ കൺസിഡർ ചെയ്തു, x1 എന്നും x2 എന്നും കൺസിഡർ ചെയ്തു. ഇത് രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇവിടുത്തെ പോയിന്റ്
x1 ഡാഷ്, ഇവിടുത്തെ പോയിന്റ് x2 ഡാഷ് എന്ന് വിചാരിക്കുക. ഇവർ തമ്മിലുള്ള ഒരു അകലമുണ്ടല്ലോ, ഈ അകലവും ഒന്ന് തന്നെയായിരിക്കും. രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെയും പട്ടുകൾ തമ്മിലുള്ള അകലം ഈ പറയുന്ന ഫ്രെയിമുകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം സഞ്ചരിക്കുന്നത് കൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, ഒരുപാട് ഡീപ്പായിട്ടൊന്നും അറിയണ്ട. നമ്മൾ ജസ്റ്റ് ഇത് PG ലെവലൊക്കെ പഠിക്കേണ്ട വലിയ കാര്യങ്ങളാണ്. നമുക്ക് അത്രയൊന്നും പോകണ്ട, കാരണം അത് വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ചോദ്യം കിട്ടിയാൽ ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് മാത്രം മതി കേട്ടോ. ഈ വെറുതെ കാട് കയറി പോകുമ്പോഴാണ് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പഠിക്കാറ്. ഇപ്പോൾ ചില ആളുകൾ PSC എഴുതുന്ന സമയത്ത് പറയും, സാറേ ഞാൻ കുറേ പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, മറ്റത് പഠിച്ചു, മറിച്ച് പഠിച്ചു, പക്ഷേ ജോലി കിട്ടിയില്ല, റാങ്ക് ലിസ്റ്റ് വന്നില്ല എന്ന് പറയും. റീസൺ എന്താ? ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതാണ് സ്മാർട്ട് വർക്കിൻ്റെ ഒരു ഗുണം. അതായത് കൃത്യമായ കാര്യങ്ങൾ ഇത് മാത്രം മതി എന്ന് നമ്മൾ പറയും. അത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ട കേട്ടോ. ഇനി അങ്ങനെ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം, സാറേ ഇന്ന കാര്യങ്ങൾ നോക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം, മക്കളെ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് അല്ലെങ്കിൽ ഇതാ ചെയ്യേണ്ടതെന്ന് കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനകത്ത് ത്വരണത്തിന് വ്യത്യാസമില്ല. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനകത്ത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലത്തിനും വ്യത്യാസമില്ല. അടുത്തത്, ഗലീലിയൻ പരിവർത്തനത്തിന്റെ പരിമിതികൾ. അണ്ടർലൈൻ ഫുള്ള് വേണം കേട്ടോ. ഇവിടെ പകുതി വരെ അണ്ടർലൈൻ ഇട്ടിട്ടുള്ളൂ, ഇവിടെ വരെ അണ്ടർലൈൻ. ഗലീലിയൻ പരിവർത്തനത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഗലീലിയൻ പരിവർത്തനത്തിന്റെ പരിമിതികൾ. ലെങ്ത് കോൺട്രാക്ഷൻ വിശദീകരിക്കാൻ സാധിച്ചില്ല. എന്താണ്? ലെങ്ത് കോൺട്രാക്ഷൻ വിശദീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്താണ് ലെങ്ത് കോൺട്രാക്ഷൻ? ലെങ്ത് കോൺട്രാക്ഷൻ നമ്മൾ പുറകെ ക്ലാസ്സിൽ ഇനി അടുത്ത് പറയും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ വരുന്ന പുറകെ നമ്മൾ പറയും. അത് വിശദമായിട്ട് പറയേണ്ട, അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. ദെൻ ടൈം ഡയലേഷൻ വിശദീകരിക്കാൻ സാധിച്ചില്ല. ഓക്കെ, ടൈം ഡയലേഷൻ വിശദീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ പോരായ്മകളാണ്. എന്താണ്? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ പോരായ്മകളാണ് നിങ്ങൾ കേൾക്കുന്നത്. ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ പോലെയുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതൊന്നും വിശദീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് അവർക്ക് പോവേണ്ടി വന്നു. അപ്പോഴാണ് ലോറൻസ് കൊണ്ടുവരുന്ന പുതിയ സിദ്ധാന്തം, ലോറൻസ് പരിവർത്തനം. എന്താണ്? ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ലോറൻസിൻ്റെ പരിവർത്തനം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ സ്പേസും സമയവും എന്തല്ല? പരിപൂർണമല്ല. എന്താണ്? സ്പേസും ടൈമും എന്തല്ല? പരിപൂർണം അല്ല. സോ സ്പേസ് ആൻഡ് ടൈം ആർ നോട്ട് അബ്സല്യൂട്ട് എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഇവിടെ നോട്ട് അബ്സല്യൂട്ട് എന്ന ഒരു ടേം നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നോക്കിക്കോട്ടെ. ഇവിടെ ഒരു നോട്ട് ചേർക്കണം. ഇംഗ്ലീഷിൽ നോട്ടില്ല കേട്ടോ. നോട്ട് ആർ നോട്ട് നോക്കിയോണേ, മറന്നുപോലെ. നോട്ട് അബ്സല്യൂട്ട് കേട്ടോ. മലയാളം കറക്റ്റാണ്. സോ സ്പേസും സമയവും എന്തല്ല? പരിപൂർണമല്ല. ദേ ആർ നോട്ട് അബ്സല്യൂട്ട്. പിന്നെന്താ? സ്പേസും സമയവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്താണ്? സ്പേസും സമയവും എന്ത് ചെയ്ത് നിൽക്കുന്നു? പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. സ്പേസ് ആൻഡ് ടൈം ആർ ഡിപ്പെൻഡന്റ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മുകളിലായിട്ട് നമ്മൾ ഇവിടെയും പറഞ്ഞിരുന്നു, അതുകൂടി നോക്കിപ്പോവാം. എന്താണ് ഇവിടെ? എന്താണ്? സ്പേസ് പരിപൂർണമല്ല, എന്നാൽ സമയം പരിപൂർണമാണ്. എന്നാൽ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാം കമ്പയർ ചെയ്ത് പഠിച്ചു പോകണം. അതുകൊണ്ട് ഏറ്റവും ആദ്യം പറഞ്ഞപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നമ്മൾ പറഞ്ഞിരുന്നു സ്പേസും സമയവും പരിപൂർണമായി. അപ്പോൾ ഇവിടെ സ്പേസും സമയവും പരിപൂർണമാണ്. ഇനി നമ്മൾ അടുത്ത ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോഴത്തേക്ക് സ്പേസ് പരിപൂർണമല്ല, എന്നാൽ സമയം പരിപൂർണമാണ്. അടുത്തതിൽ നമ്മൾ വന്നപ്പോൾ സ്പേസും സമയവും പരിപൂർണമല്ല, പക്ഷേ സ്പേസും സമയവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിൻ്റെ അകത്ത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ, അതിനുശേഷം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, ഇതിങ്ങനെ കോളമാക്കണം. ഓക്കെ, ഞാൻ വേണ്ടി ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു. നിങ്ങളത് ബാക്കി ഫില്ല് ചെയ്യണം, ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ നിങ്ങളൊരു കോളം വരയ്ക്കണം. 3 എണ്ണം. എന്നിട്ട് ഇവിടെ ന്യൂട്ടോണിയൻ, മലയാളത്തിൽ തന്നെ എഴുതണം കേട്ടോ. ന്യൂട്ടോണിയൻ, ഇവിടെ ഗലീലിയൻ, ഇവിടെ ലോറൻസ്, ഇവിടെ വേണം ഇങ്ങനെ ഒരു കോളം കൂടി വരച്ചു. എന്നിട്ട്
ഇവിടെ സ്പേസ്, മലയാളത്തിൽ എഴുതണം, ഞാൻ ഇംഗ്ലീഷിൽ പോകണം. സ്പേസ്, ഇവിടെ ടൈം. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഇവിടെ അബ്സല്യൂട്ട് ആണോ എന്ന് എഴുതണം, ടൈം അബ്സല്യൂട്ട് ആണോ എന്ന് എഴുതണം, ഗലീലിയിൽ അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് എഴുതണം, അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് എഴുതണം. ഓക്കെ, കണ്ടോ? ഓക്കെ, പിന്നെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് താഴെ സ്പേസും ടൈമും ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പേസ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻ്റ്, സ്പേസ് ആൻഡ് ടൈം ഡിപ്പെൻഡൻ്റ്, അങ്ങനെ താഴത്ത് എഴുതണം, ഒരുമിച്ച് എഴുതണം. കേട്ടോ? അപ്പോൾ ഒരു കോളത്തിലിട്ടാൽ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും നല്ലതായിട്ട് തന്നെ. കേട്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പറഞ്ഞു, രണ്ടാമത് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു, നമ്മൾ മൂന്നാമത് പറയുന്നത് ലോറൻസ് പരിവർത്തനമാണ്. ഈ ലോറൻസ് പരിവർത്തനത്തിൻ്റെ അകത്ത് ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെയും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം നമ്മുടെ കയ്യിലുണ്ട്, ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. എസ് ഡാഷ് എന്ന് പറയുന്നത് മറ്റൊരു ഫ്രെയിമാണ്, അത് നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. നിങ്ങളൊന്നും ആലോചിക്കേണ്ട പിള്ളേരെ, സിമ്പിൾ. ഒരു മുറി, പിന്നെ 2 ബസ്, അങ്ങനെ വിചാരിച്ചാൽ മതി. എസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബസ്സാണ്, എസ് ഡാഷ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബസ്സാണ്. എസ് എന്ന ബസ് അനങ്ങാതെ നിൽക്കുകയാണ്, എസ് ഡാഷ് എന്ന് പറയുന്ന ബസ് വി വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ ഒരു ബസ് അനങ്ങാതെ കിടക്കുന്നു, ഒരു ബസ് മൂവ് ചെയ്യുന്നു. ഇതാണ് ഈ ഫ്രെയിം എന്നുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ പറയുന്നത്. കേട്ടോ? അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫ്രെയിമാണ്. അപ്പോൾ എസ് ഡാഷ് എന്ന് പറയുന്നത് വി വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പേസ് ടൈം കോർഡിനേറ്റിലെ ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റു ഫ്രെയിമിലേക്ക് പരിവർത്തനം നടത്തുമ്പോൾ കോർഡിനേറ്റുകൾ എങ്ങനെ മാറും? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇസഡ്, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എക്സ് ബൈ സി സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. കേട്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലോറൻസ് പഠിച്ച സമയത്ത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഡിനോമിനേറ്ററിൽ ഒരു ഫാക്ടർ കൂടിയുണ്ട്. എന്താണ്? റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. പക്ഷേ വൈ ഡാഷിന് ചേഞ്ച് ഇല്ല, വൈ ഡാഷ് വൈ തന്നെയാണ്, ഇസഡ് ഡാഷ് ഇസഡ് തന്നെയാണ് എന്നെടുക്കാം. കണ്ടോ? ഇനി ടി ഡാഷ് മാറും, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എക്സ് ബൈ സി സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് മാറും. കണ്ടോ? അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടോ? ഇവിടെ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. കേട്ടോ? ഓക്കെ, അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇസഡ്, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എക്സ് ബൈ സി സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ എന്താണ് ഈ പരിവർത്തനം എന്നതുകൂടി പറഞ്ഞുതരാം. 2 ബസ്, എസ് എന്ന് പറയുന്നൊരു ബസ്, എസ് ഡാഷ് എന്ന് പറയുന്നൊരു ബസ്. ഓക്കെ, അപ്പോൾ എസിൻ്റെ അകത്ത് കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. എസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ആളുകളുടെ പേര് പറയും, അതിൻ്റെ പേര് ഇന്നതാണ്, അയാളുടെ പേര് ഇതാണ്, ഇയാളുടെ വയസ്സ് ഇത്രയാണ്, ഇയാളുടെ ഹൈറ്റ് ഇത്രയാണെന്നൊക്കെ പറയും. ഈ ആളുകളെല്ലാം കൂടി ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന എസ് ഡാഷ് എന്ന് പറഞ്ഞ ബസ്സിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ എന്ത് വരും? അയാൾ പറയും എൻ്റെ ഇതാണ്, ഇതാണെന്ന് പറയും. അപ്പോൾ ആ ബസ്സിലുള്ള ആളുകളെയും ഈ ബസ്സിലുള്ള ആളുകളെയും പരസ്പരം കണക്ട് ചെയ്യുന്നൊരു പാലമാണ് ഈ പറയുന്ന ഇക്വേഷനുകൾ. മനസ്സിലായോ? അതായത് 2 സിസ്റ്റത്തിലുള്ള ആളുകളെ കണക്ട് ചെയ്യുന്നൊരു പാലമാണ് ഈ പറയുന്ന ഇക്വേഷൻസുകൾ. അത്രയേ ഉള്ളൂ. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ആളുകളെ എടുത്ത് ഇപ്പുറത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറയണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനുകളാണിത്. നമ്മൾ ആദ്യത്തെ കോർഡിനേറ്റിലാണെങ്കിൽ എക്സ് എന്ന് പറയും. ഈ എക്സിനെ രണ്ടാമത്തെ കോർഡിനേറ്റ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനെ എക്സ് ഡാഷ് എന്ന് വിളിക്കണം. ആ എക്സ് ഡാഷ് എക്സ് മൈനസ് വി ടി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. കണ്ടോ? പക്ഷേ വൈ ഡാഷ് ആദ്യത്തെ ബസ്സിലും രണ്ടാമത്തെ ബസ്സിലും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് ആദ്യത്തെ ബസ്സിലും രണ്ടാമത്തെ ബസ്സിലും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. ഇസഡ് ഡാഷ് ഒന്നാണ്. പക്ഷേ രണ്ടാമത്തെ ബസ്സിൽ ടൈം മാറും. ടി ഡാഷ് ഈക്വൽ ടു ടി മൈനസ് ആദ്യം ഉണ്ടായിരുന്ന ബസ്സിൻ്റെ ടി മൈനസ് വി എക്സ് ബൈ സി സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നാണ്. പിടിയിട്ടുന്നുണ്ടോ? യെസ്, ഇതാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനുകൾ. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ്. അതിനു മുമ്പ് നമ്മൾ പഠിച്ചത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്താണ്, ഗലീലിയൻ പരിവർത്തനം എന്താണ്, ലോറൻസ് പരിവർത്തനം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഏത് പോയിന്റിൽ നിന്നാണ് ലോറൻസ് പരിവർത്തനം തുടങ്ങുന്നത്? അതായത് ലെങ്ത് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ടൈം ഡയലേഷൻ പോലെയുള്ള റിലേറ്റിവിസ്റ്റിക് ആപേക്ഷികതാ പ്രതിഭാസങ്ങളൊന്നും ഈ പറയുന്ന ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ അല്ലെങ്കിൽ ഗലീലിയൻ പരിവർത്തനത്തിൽ വിശദമായി പറയാനോ വിശദീകരിക്കുവാനോ സാധിച്ചില്ല.
ആ ഒരു പോരായ്മയിൽ നിന്നാണ് ഈ പറയുന്ന ലോറൻസ് പരിവർത്തനം ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ അതിൽ പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഈ ഇക്വേഷനുകളെയാണ് നമ്മൾ ലോറൻസ് പരിവർത്തനം എന്ന് പറയുന്നത്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലോറൻസ് ഫാക്ടർ. എന്താണ് ഈ ലോറൻസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോറൻസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ ഇസ് ഈക്വൽ ടു 1/√(1 - v²/c²). നമ്മൾ ആ ഇക്വേഷൻ്റെ അകത്ത്, അതായത് നമ്മളുടെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എന്താണ്? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു x - vt ഡിവൈഡഡ് ബൈ √(1 - v²/c²). ഓക്കെ, അപ്പോൾ ഈ 1/1 - v²/c² ഇതിനെ മുഴുവനായിട്ട് പറയുന്ന പേരാണ് ഗാമ. എന്താണ്? ഗാമ. ഈ ഗാമയെ പറയുന്ന പേരാണ് ലോറൻസ് ഫാക്ടർ. പരീക്ഷയ്ക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലോറൻസ് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് ചോദിക്കാം. പല ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ ഇങ്ങനെയായിരിക്കും. ഓപ്ഷൻ എ √(1 - v²/c². ഓപ്ഷൻ ബി 1/√(1 - v²/c². ഓപ്ഷൻ സി 1/1 - v²/c². ഓപ്ഷൻ ഡി v/√(1 - v²/c². ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. ലോറൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗാമയാണ്. ഗാമ ഇസ് ഈക്വൽ ടു 1/√(1 - v²/c². ഒന്നുകൂടെ ഓർത്ത് വയ്ക്കൂ, 1/√(1 - v²/c². 1/√(1 - v²/c². മറന്നു പോകരുത്. പല ആവർത്തി പറഞ്ഞ് പഠിപ്പിക്കുന്നത് മനസ്സിൽ നിന്ന് മറക്കാതിരിക്കാൻ. എനിക്കറിയാം, നിങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈ പുസ്തകം തുറക്കാൻ പോകുന്നത് കുറച്ചാളും കഴിഞ്ഞിട്ടാണ്, എനിക്കറിയാം. പക്ഷെ അങ്ങനെ നോക്കിയാൽ ശരിയാവില്ല. നമുക്ക് റാങ്ക് വാങ്ങിക്കണം ആദ്യത്തെ 5 കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും പഴയതൊക്കെ ഒന്നിങ്ങനെ റിവൈസ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് സമയമൊന്നുമില്ല, വേഗം പഠിച്ച് ഉഷാറാവണം കേട്ടോ. യെസ്, കം ടു ദ പോയിന്റ്. ലോറൻസ് ഫാക്ടർ എന്താണ്? ലോറൻസ് ഫാക്ടർ 1/√(1 - v²/c². അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് കുഞ്ഞാക്കാം. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എക്സ് മൈനസ് വി ടി എന്ന് എഴുതാമല്ലോ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ വന്നാലും എഴുതണേ, ഇൻ ടേംസ് ഓഫ് ലോറൻസ് ഫാക്ടർ. പിടികിട്ടിയോ? നമ്മൾ ടി ഡാഷ് എഴുതുമ്പോഴും t - vx / c² ഡിവൈഡ് ബൈ √(1 - v²/c². അഥവാ ഗാമ ഇൻറ്റു t - vx/c² എന്ന് വേണമെങ്കിൽ എഴുതാം. ശരിയല്ലേ? കണ്ടോ? അപ്പോൾ ഇൻ ടേംസ് ഓഫ് ലോറൻസ് ഫാക്ടറും നമുക്ക് ഇത് എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പുറകോട്ട് പോയിട്ട് നമുക്ക് ഇക്വേഷൻ തന്നെ എഴുതി തരാം. നിങ്ങൾ പറ്റുമെങ്കിൽ അവിടെ തന്നെ അങ്ങ് എഴുതി പിടിപ്പിച്ച് വെച്ചോ. ഇപ്പോൾ എക്സ് ഡാഷിന് പകരം എക്സ് ഡാഷ് is equal to gamma into x minus vt എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി y ഡാഷ് അതുപോലെ തന്നെ, z ഡാഷ് അതുപോലെ തന്നെ, t ഡാഷ് is equal to gamma into t minus vx divided by c². കണ്ടോ? ഇത് എഴുതി വെച്ചോ. ഇനി ഇങ്ങനെ ചോദിച്ചാൽ എഴുതണ്ടേ? എഴുതണം കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ അവിടം വരെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. യെസ്, നമുക്കിനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടൈം ഡയലേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ ഒന്നും ഈ പറയുന്ന ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷനിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.